ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, വീണ്ടും ജൻസി പ്രക്ഷോഭവുമായി CJP രംഗത്തിറങ്ങാൻ പോവുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ജൻസികൾ തെരുവിലിറങ്ങി മോദിയെ ഒരു വട്ടം വിറപ്പിച്ചതാണ്, ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചതാണ്. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് ഇവരെല്ലായിടത്തും കയറി നിരങ്ങുന്നുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഒരു പോലീസുകാരൻ വന്ന് നീ എന്താണ് ഇവിടെ നിൽക്കുന്നത്, നിനക്ക് ഇവിടെ നിൽക്കാൻ അനുമതിയില്ല എന്ന് ചോദിച്ചാലും ഉടനെ അവർ പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഞങ്ങൾ മോദിയെ വിറപ്പിച്ച ടീമാണ്, ഞങ്ങളോട് കളിക്കരുത് എന്നാണ് അവർ പറയുന്നത്. സെപ്റ്റംബർ 5-ാം തീയതി വീണ്ടും മോദിയെ വിറപ്പിക്കാനായിട്ട് ഇറങ്ങുന്നുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞ ഉറപ്പുകൾ പാലിച്ചില്ല എന്നാണ് അവർ പറയുന്നത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രണ്ടാമത്തെ ഉറപ്പെന്ന് പറഞ്ഞാൽ കേസുകൾ പിൻവലിക്കണമെന്ന് പറയുന്നു, അത് പാലിച്ചില്ല. മൂന്നാമത്തെ ഉറപ്പെന്ന് പറഞ്ഞാൽ ഇവരുടെ നഷ്ടപരിഹാരം, നീറ്റ് പരീക്ഷയിൽ മരിച്ച വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം അത് കൊടുത്തില്ല എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും പ്രക്ഷോഭത്തിന് വരികയാണ്. അശുതോഷ് റങ്കയ്ക്ക് രാജസ്ഥാനിൽ പോകാൻ വയ്യ, അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ. അയാള് വീട്ടിൽ മുഴുവൻ പോലീസാണ്. അപ്പൊ ഇയാൾ കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു. ആദ്യം ധർമ്മേന്ദ്ര പ്രധാനെ വിറപ്പിച്ച ടീമാണ് ഞാനെന്ന് പറയുകയും പിന്നീട് രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടപ്പം പിന്നീട് അതിലെല്ലാം ജി വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതായത് ജി എന്ന് ചേർത്താണ് പറയുന്നത്. അതിനു മുമ്പ് ജി ഇല്ലായിരുന്നു. രാജസ്ഥാൻ മുഖ്യമന്ത്രി എടാപോടാന്നൊക്കെയാണ് വിളിച്ചോണ്ടിരുന്നത്. ഒരു കേസെടുത്തപ്പോ ജി വന്നു. അപ്പോൾ ഇതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇനി വേറൊരു രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. നേപ്പാളിൽ ഇതുപോലൊരു ജൻസി പ്രക്ഷോഭം വന്നതാണ്. ഈ ജൻസി പ്രക്ഷോഭം വന്നിട്ട് അവിടെ KP ശർമ്മ ഒലിയെ മാറ്റി അവിടെ ബാലൻ ഷായെ കൊണ്ടുവന്നു. ഈ ബാലൻ ഷായെ ജൻസികൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഇവര് നമ്മുടെ ഡെമോക്രസി നേപ്പാളിൽ നോക്കുകയാണെങ്കിൽ പ്രക്ഷോഭം അങ്ങനെയാണ് അവിടെ ഭരണം മാറുന്നത്. ഇവർക്ക് ഭരണം മാറ്റണമെന്ന് തോന്നുമ്പോൾ ഇവര് തെരുവിലിറങ്ങും, ഭരണം മാറ്റും, ഒരാളെ കയറ്റും. അയാളെ കയറ്റി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവനെ കൊണ്ടത് കൂട്ടിയാൽ കൂടൂല. ബാലൻ ഷാ വലിയ രീതിയിൽ അയാളുടെ പാർട്ടിക്കകത്ത് തന്നെ അയാൾക്ക് വലിയ എതിർപ്പുണ്ട്. കാരണം ഭരിക്കാൻ അറിയില്ല. പച്ചയ്ക്ക് പറഞ്ഞാൽ അതാണ്, ഭരിക്കാൻ അറിയില്ല. അപ്പൊ നമ്മളെ പല ജൻസികളും പറയുന്നുണ്ടല്ലോ, മോദിയെ മാറ്റിയിട്ട് രാഹുൽ ഗാന്ധിയെ കൊണ്ടുവരണം. വേണ്ടടാ, അഭിജിത്ത് ദീപ്കയെ കൊണ്ടിരുത്ത്, എന്നിട്ട് അഭിജിത്ത് ദീപ്കയെ ഭരിക്കട്ടെ രാജ്യം. അപ്പം നിനക്ക് മനസ്സിലാവുമല്ലോ ഈ രാജ്യം എങ്ങോട്ടാണ് പിന്നെ പോകാൻ പോകുന്നതെന്ന്. ഇപ്പൊ ഒരു ദിവസം എത്ര കിലോമീറ്റർ റോഡ് നമ്മൾ പണിയുന്നുണ്ട്. അന്ന് നമുക്ക് കാണാം, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2014 മുമ്പ് ഒരു പണി തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും, അത് തീരില്ല. അത് ഇന്ന് ഒരു പണി തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം അതിന്റെ ഉദ്ഘാടനത്തിന്റെ വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. അന്ന് നമുക്കറിയാൻ പറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പൊ എന്തായാലും ബാലൻ ഷായെ മാറ്റാനായിട്ട് അവന്മാര് വീണ്ടും പ്രക്ഷോഭം തുടങ്ങാൻ പോവാണ്. അവിടുത്തെ ജൻസി പ്രക്ഷോഭത്തിന്റെ ഫലമാണ് കേട്ടോ. യൂനിസിനെ കൊണ്ടുവന്നിട്ട് എന്ത് സംഭവിച്ചു? ബംഗ്ലാദേശിൽ യൂനിസ് തേഞ്ഞോ? അത് കഴിഞ്ഞ് അവന്മാര് വീണ്ടും പെട്ടെന്ന് ഇലക്ഷൻ നടത്തി. ഇപ്പൊ അതും പോയി. ഇപ്പം ഷേഖ് ഹസീന അങ്ങോട്ടേക്ക് പോകാൻ പോവുക. അപ്പൊ എന്താണ് ഈ ജൻസികൾ ഉദ്ദേശിക്കുന്നത്? പല സ്ഥലത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ വീണ്ടും ഇറങ്ങാൻ പോവുകയാണ്. യവന്മാർ ഇത്തവണയും വിജയിക്കാനുള്ള സാധ്യതയുണ്ടോ? നരേന്ദ്രമോദി നേരത്തെ പോലെ ഒരു ആലസ്യത്തിൽ അവരെന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞിരിക്കാനുള്ള പരിപാടിയാണോ ഇത്? ഒട്ടും സാധ്യതയില്ല. കാരണം ഇപ്പൊ ഇവര് ഉയർത്തുന്ന ആവശ്യം തന്നെ നിലനിൽക്കുന്നതല്ല. അവർ ഉയർത്തുന്ന ആവശ്യം അവരുടെ കൂടെ നിന്ന് കുട്ടികളെ പോലും മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറയുന്ന കേസെടുത്തത് ഈ സമരത്തിനെതിരെ ഒരു കാര്യം ആലോചിക്കണം. ജാർഖണ്ഡില് ഇപ്പൊ 32 ദിവസമായി അവിടുത്തെ കുട്ടികൾ നിരാഹാരം കിടക്കുന്നു, സമരം ചെയ്യുന്നു. വളരെ സമാധാനത്തിൽ നടത്തുന്ന സമരം, കല്ലെറിയുന്നില്ല, മോശപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നും അവർ വിളിക്കുന്നില്ല. ആ കുട്ടികൾക്ക് നേരെ 900 FIR ആണ് അവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ രജിസ്റ്റർ ചെയ്ത FIR-ന്റെ കണക്ക് ന്യൂസ് ഇന്ത്യ മലയാളം പുറത്തുവിട്ടിരുന്നു. അതിലെ ക്രിമിനൽ കേസ് പ്രതികളുടെ പട്ടിക തിരിച്ച് നമ്മൾ കൊടുത്തിരുന്നു. മോഷണ പ്രതികൾ എത്ര, പിടിച്ചുപറിക്കാരെത്ര, ബലാത്സംഗക്കാരെത്ര, പീഡനക്കാരെത്ര, ജാമ്യത്തിൽ മുങ്ങി നടക്കുന്ന പ്രതികൾ എത്ര, ഇവിടെ എല്ലാം കൂടെയാണ് പിടിച്ചോണ്ട് പോരുന്നത്. ഇത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ ആണ്. അത് ഒരു കാര്യം. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശബരിമല പ്രക്ഷോഭകാലം വിശ്വാസികൾ ഭയങ്കരമായി സമരം നടക്കുന്നു. ആ സമരത്തിന്റെ ഇടയിൽ പോലീസ് കേസെടുത്തു. അനവധി വട്ടം പോലീസ് ലാത്തിചാർജ് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വലിയ രീതിയിൽ തന്നെ. അപ്പൊ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്തത് ആയിരക്കണക്കിന് പേരുടെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്തിട്ട് അതായത് ഇവരുടെ സ്വത്തുക്കൾ പോലും ജപ്തി ചെയ്യാൻ തക്ക വകുപ്പുകളാണ് ഇത് പലരുടെ കേസിൽ ചുമത്തിയിരിക്കുന്നത്. അപ്പോ ഈ കോൺഗ്രസ് സർക്കാർ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഈ VD സതീശൻ തന്നെ പറഞ്ഞിരുന്നതാണ്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഒരു അയ്യപ്പന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇലക്ഷൻ മുമ്പാണ് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യമുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വന്ന ഈ കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ നിയമസഭ കൂടിയ സമയത്ത് നമ്മുടെ ശ്രീ V മുരളീധരൻ VD സതീശന്റെ ഈ സർക്കാരിനോട് ചോദിച്ച ചോദ്യം, ശബരിമല പ്രക്ഷോഭ സമയത്ത് നിങ്ങൾ വിശ്വാസികളുടെ മേലെടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ VD സതീശൻ എന്താ മറുപടി പറഞ്ഞത്? അതിൽ ക്രിമിനൽ സ്വഭാവമുള്ളത് നിലനിൽക്കും, ബാക്കിയുള്ളത് പിൻവലിക്കാറ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിന് സമാനമായി മറ്റൊരു കേസ് നമ്മളിവിടെ മുമ്പ് ചർച്ച ചെയ്തിരുന്നതാണ് ന്യൂസ് ഇന്ത്യ. അതെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. കർണാടകത്തിൽ ഒരു വർഗീയ സംഘർഷം നടക്കുന്നു. ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു. 45 സുടുക്കളെ, SDPയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ള സംഘടനാ പ്രവർത്തകരാണത്. അന്നത്തെ സർക്കാർ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലടയ്ക്കും. അന്ന് ഇലക്ഷൻ വരുന്നു. അപ്പൊ നമ്മുടെ ഈ മുൻ കർണാടക മുഖ്യമന്ത്രി അദ്ദേഹം
വന്നിട്ട് സിദ്ധരാമയ്യ ഉറപ്പ് കൊടുക്കുന്നു, ഞങ്ങൾ അധികാരത്തിൽ വന്ന് ഈ കേസ് ഞങ്ങൾ തള്ളിക്കളയും എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം അധികാരത്തിൽ വരുന്നു, ഈ കേസ് ഇല്ല എന്ന് പറഞ്ഞ് സർക്കാർ തള്ളിക്കളയുന്നു. കോടതിയിൽ പോയി ഒരു അഭിഭാഷകൻ കോടതി ചോദിച്ചു, നിങ്ങളൊക്കെ ആരുടെ ഈ കേസ് എടുക്കാനും തള്ളിക്കളയാനും ഒക്കെ? ഇത് വിചാരണയിലുള്ളൊരു കേസാണ്, നിങ്ങൾക്ക് തോന്നുന്നതൊക്കെയാണ് കേസ് എടുക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്നത്, നടക്കത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് കോടതി പറഞ്ഞു, ജാമ്യത്തിലുള്ളവരൊക്കെ ജാമ്യത്തിൽ നിൽക്കട്ടെ, ജാമ്യം കിട്ടാൻ ആരെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അവനെ പൊക്കി അകത്തിടാൻ പറഞ്ഞു. 45 അകത്ത് പോയി, കുറെ പേര് ജാമ്യത്തിൽ നിൽക്കുന്നുണ്ട്. അതുണ്ട്. അതായത് ഈ രാജ്യത്തിനൊരു നിയമമില്ലേ, നീതിയും ഒരു ഭരണഘടനയും ഉണ്ട്. അതിപ്പോ ഭരണാധികാരികൾക്ക് തോന്നുന്ന ഒരാൾ അകത്ത് പിടിച്ചിടാനും പുറത്തു വിടാനും പറ്റില്ല. ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും, മോദി ഇവിടെ എല്ലാവരും പിടിച്ച് അകത്തിടുന്നു. വെറുതെ അകത്തിടാൻ പറ്റുമോ? പറ്റില്ല ആരെയും. പിന്നെ നമുക്ക് ഒരു ഓളത്തിന് പറയാം, അത്രേ ഉള്ളൂ. ഇപ്പൊ നമുക്കിപ്പോ പറയാം, എന്നെ പീഡിപ്പിക്കുന്നു പോലീസ്, അല്ലെങ്കിൽ മോദി സർക്കാർ എന്നെ പീഡിപ്പിക്കുന്നു, എന്നെ അകാരണമായി ജയിലിൽ അടച്ചിരിക്കുന്നു എന്ന് പറയാം. ഒന്നും വേണ്ട. ഇവനൊക്കെ ഈ വീട്ടുതടങ്കൽ എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു കോമഡി ഉണ്ട്. ഈ വീട്ടുതടങ്കലിന് ഒന്നുമില്ല, സ്വാഭാവികമായി തന്നെ നമ്മുടെ നാട്ടിലും ഒക്കെ ഉണ്ട്. നമുക്ക് നേരെയും ആക്രമണം വരുമല്ലോ. ഇപ്പൊ ഞാനൊരു നേതാവാണ്, ഞാൻ ഇച്ചിരി പ്രശ്നകാരിയായ ഒരു നേതാവാണെങ്കിൽ ഒരു പോലീസ് ജീപ്പ് എന്റെ വീടിന്റെ വാതിൽക്ക് കിട്ടുന്നു, ഞാനൊരു മൊബൈൽ എടുത്തിട്ട് അതിന്റെ വീഡിയോ പിടിച്ചിട്ട് ഞാൻ ലൈവ് ചെയ്യുകയാണ്, ഞാൻ പോലീസിന്റെ വീട്ടുതടങ്കലിലാണ്, എല്ലാ വീടിന് ചുറ്റും പോലീസ് വലയം തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. വീട്ടുതടങ്കലല്ല, പക്ഷെ അത് രണ്ട് രീതിയിലും പറയാം. പോലീസിനോട് നമുക്ക് വേണമെങ്കിൽ ഒരു ബൈറ്റ് വെച്ചാൽ പോലീസുകാർ പറയേ അത് ഇവന്റെ വീടിന് നേരെ ആക്രമണം നടക്കുക, അതുകൊണ്ട് ഞങ്ങളൊരു സെക്യൂരിറ്റിക്ക് വന്ന് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ തീർന്നു, അവിടെ കൊണ്ട് തീർന്നു. വീട്ടുതടങ്കലിന് ഒരു പ്രൊസീജിയർ ഉണ്ട് ധനുഷ്. വീട്ടുതടങ്കൽ നമ്മളിപ്പോ സ്ഥിരമായി കേൾക്കുന്ന ഒരു സംസ്ഥാനമുണ്ട് നമ്മുടെ രാജ്യത്ത്, ജമ്മു കാശ്മീരാണ്. അവിടെ ഈ ഫറൂഖ് അബ്ദുള്ള സ്ഥിരം നിലവിളിക്കുന്ന കാര്യമാണ്, ഇത് ഞാൻ വീട്ടുതടങ്കലില്ല. മെഹബൂബ മുഫ്തി ആണെങ്കിൽ എപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്, എന്നെ വീട്ടുതടങ്കലിലാക്കി, എന്നെ വീട്ടുതടങ്കലിലാക്കി. ശരിക്കും പറഞ്ഞ പല്ല് കൊഴിഞ്ഞ രണ്ട് സിംഹങ്ങളാണ് ഈ രണ്ട് ടീമും. മെഹബൂബയായാലും നമ്മുടെ ഈ പറയുന്ന ഫറൂഖ് അബ്ദുള്ള ആയാലും ഒക്കെ. പിന്നെ മോഹൻ അധികാരത്തിൽ കയറിക്കൊണ്ടിട്ട് ഇത് പറയത്തില്ലായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഒന്നും ചെയ്യാനില്ല, അവര് തുറന്നു വിട്ടാലും ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇതിങ്ങനെയാണ് സംഭവം. ഇനി ഇത് അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരം എങ്ങും എത്താൻ പോകുന്നത്, കാരണം ഇനി രണ്ടാമത്തെ എന്താണ്, നഷ്ടപരിഹാരം കൊടുക്കണമെന്ന്. ഈ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഒരു സാമാന്യ ഭരണഘടന വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരാണ് എല്ലാത്തിനും നഷ്ടപരിഹാരം കൊടുക്കേണ്ടത്. ഓരോ സംസ്ഥാനത്ത് മരിക്കുന്നവര് അത് ആ സർക്കാരിന് അത് നഷ്ടപരിഹാരം കൊടുക്കേണ്ട കേസാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരുകളാണ് കൊടുക്കുന്നത്. നമ്മുടെ കേന്ദ്രം കൊടുക്കുന്നത് എവിടൊക്കെയാണ് പൈസ? നാച്ചുറൽ കലാമിറ്റീസിൽ കേന്ദ്രം കൊടുക്കും, ഇല്ലെങ്കിൽ വലിയ സ്ഫോടനങ്ങളോ മറ്റോ നടന്നാൽ കൊടുക്കും, റെയിൽവേ ദുരന്തങ്ങൾ കൊടുക്കും. ആ 2 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. പിന്നെ വേണ്ടി വന്നാൽ ദുരിതാശ്വാസത്തിന് പണം അനുവദിക്കാറുണ്ട്, വീട് വെച്ച് കൊടുക്കാനോ സ്ഥലം വാങ്ങാനോ മറ്റെന്തെങ്കിലും കൊടുക്കാറുണ്ട്. അഡീഷണൽ ആയിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന ഈ 2 ലക്ഷം രൂപയാണ് ആദ്യം കൊടുക്കുന്നത്. അതിനകത്ത് ബാക്കി എന്താണ്, അതാത് സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. ബാക്കി തുക അവരാണ് നിശ്ചയിക്കേണ്ടത്, ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ട എന്നൊക്കെ ഉള്ളത്. അല്ലാതെ കേന്ദ്രം ഈ മരിക്കുന്നവർക്കൊക്കെ ചെറിയ തുകയല്ല ചോദിച്ചിരിക്കുന്നത്, 1 കോടി രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. 1 കോടി രൂപ 2 കോടി രൂപ കണ്ട കോടിയാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് വെച്ച് കൊടുക്കണ ഒരാൾക്ക് 1 കോടി രൂപ. അങ്ങനെ എല്ലാവരും മരിക്കുമ്പോൾ 1 കോടി രൂപ വെച്ച് ഇതൊക്കെ പാർട്ടികൾ ഇറങ്ങുന്നു, സമരം ചെയ്യുന്ന എല്ലാവർക്കും 1 കോടി രൂപ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നികുതിപ്പടമൊക്കെ ഈ കൊടുക്കാനേ കാണത്തുള്ളൂ, കോടി കൊടുക്കാനായിട്ട്. സംസ്ഥാന സർക്കാരിന്റെ വിവേചനാധികാരത്തിലുള്ള ഒരു കാര്യമാണ് ഈ 2 കാര്യങ്ങൾ ഉയർത്തി. കാരണം എന്തെന്ന് വെച്ചാൽ ഇവന്മാർക്ക് ആ സമരത്തിന് ശേഷം പിന്നെ വലിയ മൈലേജ് കിട്ടിയിട്ടില്ല, ഓട്ടം കിട്ടിയിട്ടില്ല. അപ്പൊ ആ മൈലേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം, കാരണം ഒന്ന് ഇറങ്ങി തിരിച്ചു, അപ്പൊ കിട്ടിയ ഒരു പോപ്പുലാരിറ്റി ഉണ്ട്, ഫണ്ട് ഉണ്ട്. അപ്പൊ അവന്മാര് പറഞ്ഞു കാണും, ഈ ഫണ്ട് കൊടുത്തവന്മാര് ഒന്നുകൂടെ ഇറങ്ങ്, കുറച്ചുകൂടെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പം ഇനി ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തൊന്ന് വരിക. പക്ഷെ സത്യത്തിൽ എന്നെ അതിശയിപ്പിക്കുന്ന ഇതൊന്നുമല്ല, ഇവരെ പിന്തുണച്ചിരുന്ന സുഡാപ്പി പോലും ഇപ്പൊ ഇവരുടെ വാക്ക് കേൾക്കുന്നില്ല. അവർക്ക് മനസ്സിലായി ഇത് GT എന്ന്. എവിടെങ്കിലും സുഡാപ്പിയുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ടോ ഈ പുതിയ ഇവരുടെ സമരത്തെ കുറിച്ച്? ആകെ മീഡിയ വൺ മാത്രമാണ് ഇന്ത്യയിൽ മീഡിയ വൺ മാത്രമാണ് ഇവർക്ക് വേണ്ടി. ഇനി അടുത്തത് മോദിയാണ് ലക്ഷ്യം, മോദി തകരും ഈ സമരത്തോടു കൂടി എന്നൊക്കെ പറഞ്ഞത് തമ്പടിച്ച് അവർ കൊടുക്കുന്നുണ്ട്. അവർക്കതല്ലാതെ വേറെ നിവൃത്തിയില്ല. അവരല്ലാതെ വേറെ ആരും ഇത് മെയിൻ സ്ട്രീം ന്യൂസിലൊന്നും വലിയ ഹെഡിങ്സേ അല്ല ഈ സാധനം. ഏതായാലും സെപ്റ്റംബർ 5 എന്ന് പറയുന്നത് ദൂരെ ഒന്നുമല്ല, അടുത്ത മാസം, ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. നമുക്ക് എന്തായാലും കാണാം. ഇനി നേപ്പാളിലേക്ക് വന്ന്, ഇതാണ് ഞാൻ പറഞ്ഞ ജൻസികൾ ഇതാണെന്നുള്ളത്. അവർക്ക് അന്നത്തെ ആവേശത്തിന് ഇറങ്ങി പുറപ്പെട്ടു, അവിടെ കണ്ട എല്ലാം കൂടെ തീയിട്ടു. ശരിക്കും പറഞ്ഞാൽ ഒലി പോകേണ്ടവൻ തന്നെയായിരുന്നു, അതിനെ കളഞ്ഞത് എന്തായാലും നന്നായി. ഒലി പോയി. അടുത്തത് അവിടുത്തെ ഏറ്റവും സംശുദ്ധനും എന്താണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിട്ടുള്ള ആളാണ് ഈ ബലൻ ഷാ എന്ന് പറയുന്ന വ്യക്തി. ഗായകനോ അങ്ങനെ എന്തോ ഒരു സോഷ്യൽ മീഡിയയിലും ഭയങ്കര ആക്റ്റീവാണ് ഇദ്ദേഹമാണ് അവിടെ വരുന്നത്. ഇദ്ദേഹം വന്നിട്ട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഇന്ത്യയുമായിട്ടും ചൈനയുമായിട്ടും ചുറ്റു കിടക്കുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒടക്കായി എന്ന് മാത്രമല്ല വായി വരുന്ന പുള്ളി വിളിച്ചു പറയുകയും ചെയ്തു. ഈ അടുത്താണ് പറഞ്ഞത് ആധാരം കാണുന്നില്ലെന്ന്, ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബോർഡറിന്റെ മറ്റ് രേഖകളൊന്നും ഇവിടെ കാണുന്നില്ല, കാണുമായിരിക്കുന്നു, എവിടെയാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി. അങ്ങനെ ഈ ആളെ കാണാൻ നല്ല മിടുക്കനൊക്കെയാണ്, പക്ഷെ ഈ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു സംവിധാനം. അതായത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട്
ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയൊക്കെ ആയി കഴിഞ്ഞാൽ മുമ്പോട്ട് ഇതിനൊരു രീതി ഉണ്ടല്ലോ, അതിന് പരിചയമാണ്. ഇപ്പൊ രാഹുൽ ഗാന്ധി നാളെ പ്രധാനമന്ത്രി ആയാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. മറ്റൊരു ജൻസി കയറിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. കൊച്ചുപിള്ളേർ ഇരുന്ന് ഭരണം നടത്തി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതുപോലെയുള്ളൂ. കാരണം ഇതിന് സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം കൂടി പോകണം. ഇപ്പൊ എന്ത് പറ്റി? നേപ്പാളിലെ ജൻസികൾ ഇപ്പം സമരം നടത്താൻ പോകുന്ന എന്തിനാണ്? ബാലൻസ് ഷായെ താഴെ ഇറക്കാൻ ജൻസി പ്രക്ഷോഭം തുടങ്ങുകയാണ് നേപ്പാള്. ഇതിന് സമാനമായ ഒരു സാഹചര്യം ബംഗ്ലാദേശ് നമ്മൾ കണ്ടതാ. യുഎൻഎസ് അധികാരത്തിലിരുന്ന് യുഎൻഎസ് അങ്ങ് സൂചിച്ചുപോയി. അങ്ങനെ ഇരുന്നപ്പോഴത്തേനും യുഎൻഎസിനെ അധികാരത്തിൽ എത്തിയ വിദ്യാർത്ഥി സംഘടന, ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന എന്താണ് അവസാനം പറഞ്ഞത് യുഎൻഎസിനോട്? രാജിവെച്ച് താഴെ പോയില്ലെങ്കിൽ ഞങ്ങൾ നിന്നെ പിടിച്ച് പുറത്തിറക്കും, ഞങ്ങൾ അടുത്ത പ്രക്ഷോഭം തുടങ്ങും. അവർ ധാക്കയിൽ അടക്കം പോയി കുത്തിയിരുന്നു യുഎൻഎസിന്റെ കാലത്ത്, ബ്ലോക്കായി ധാക്കയിൽ. അന്നാണ് ബംഗ്ലാദേശിലെ പട്ടാളക്കാർ പറയുന്നത്, ഇനിയും ഇവിടുത്തെ ക്രമസമാധാന നില കുളമായാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും, ഞങ്ങൾ ഈ ഭരണം ഏറ്റെടുക്കേണ്ടി വരുമെന്ന്. എന്നിട്ട് അവസാനം ആ വിദ്യാർത്ഥി സമരം നടത്തിയ വിദ്യാർത്ഥികൾ എന്താ ചെയ്തത്? അവർ പുതിയ പാർട്ടി ഉണ്ടാക്കിയില്ലേ, അവർ മത്സരിച്ചില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്കൊരു കളി തമാശയാണ് ഒരു രാജ്യത്തിന്റെ ഭരണഘടനയായാലും ഭരണമായാലും ഒക്കെ. അപ്പൊ ഈ കളിക്കുന്ന കാകൾ നിരക്കുന്നവർക്ക് ഇന്നൊരു പ്രധാനമന്ത്രി, ഇവനെ മാറ്റി അടുത്തവനെ വെക്കാം. ഇതെന്ത് കുട്ടിക്കളിയാണോ ഇത്? ഒരു ജനാധിപത്യ രാജ്യത്ത് വരെ നടക്കുന്ന കേസാണ്. പിന്നെ ഈ പാർട്ടികൾ ഉയർത്തുന്ന ഈ വിഷയം എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് പോലും കൊള്ളാത്ത വിഷയമാണിത്. ചർച്ച ചെയ്യാൻ പോലും പറ്റുന്നൊരു വിഷയമല്ല. എടുത്ത് FIR റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് കോൺഗ്രസ് ചെറിയ പാർട്ടിയാണോ? അവർ വലിയൊരു പാർട്ടിയില്ല. അവരെന്തെങ്കിലും പ്രക്ഷോഭം നയിച്ചിട്ടുണ്ടോ ഏതെങ്കിലുമൊക്കെ കേസിന്? ഈ രാജ്യത്ത് എന്താണ് PDP എന്നൊക്കെ പറഞ്ഞൊരു പാർട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ ഇപ്പോഴും ഉണ്ട്. അവിടെ ജമ്മു കാശ്മീരിലെ PDP അല്ല, കേരളത്തിലെ മതയുടെ പേര്. അതിന് എത്ര നാളായി ജയിലിൽ കിടക്കുന്നു? ഇവർ ആദ്യം കുറെ പിരിവ് നടത്തി, കുറെ സമരങ്ങളൊക്കെ നടത്തിയെന്നല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും FIR റദ്ദാക്കണം എന്നുള്ള സമരം നടത്തിയിട്ടുണ്ടോ? ഇല്ല. കേസുകൾ പിൻവലിക്കണം എന്നൊക്കെ രാഷ്ട്രീയക്കാർ ഒരു ആലങ്കാരികമായി പറയും. കേസുകൾ പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഇന്ന മുഖ്യമന്ത്രിയുടെ ഇത് ചെയ്തികൾ ശരിയല്ല എന്നൊക്കെ പറയാം. പക്ഷെ നിയമപരമായിട്ട് അതിന് കോടതിയാണ്, കോടതിയിൽ നിന്നിട്ടാണ് ആ കേസ് വിട്ടു. പിന്നെ ചില കേസുകളുണ്ട് സർക്കാരിന് പിന്മാറാൻ പറ്റുന്ന കേസുണ്ട്. ഈ കൊലക്കേസ് പ്രതിയെ പിടിച്ച കേസിൽ നിന്ന് സർക്കാരിന് എങ്ങനെ അത് വിഡ്രോ ചെയ്യാൻ കഴിയും? ഇനി അഥവാ മോദി സർക്കാർ ഈ FIR റദ്ദാക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഏതെങ്കിലും ഒരുത്തും കോടതിയിൽ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? മറ്റേ സിദ്ധരാമയ്യക്ക് ഉണ്ടായ അനുഭവം വരും. മോദിയോട് പറയും കോടതി, നിങ്ങളാരാണ് തീരുമാനിക്കാന്ന് പറയും. ഒക്കെ അകത്തിടാൻ പറയും. ഈ കൊലക്കേസ് പ്രതിയും ബലാത്സംഗക്കാരനെയൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് തുറന്നു വിടാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് ഈ സമരമില്ല, ഇവന്മാർക്കൊന്ന് ആളാകാൻ വേണ്ടിയിട്ടാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇപ്പോഴും അവർക്ക് വേദി ഫിക്സ് ആയിട്ടില്ല. ഇന്ത്യ ഗേറ്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഡൽഹി പോലീസ് ആസ്ഥാനത്തേക്കാണ് മാർച്ച്. ഇതുവരെ വേദി ഫിക്സ് ആയിട്ടില്ല. ഇന്ത്യ ഗേറ്റിൽ എനിക്ക് തോന്നുന്നില്ല അവിടെ അടുപ്പിക്കത്തില്ല, അടുപ്പിക്കാൻ കഴിയില്ല. അവിടെ കുറെ ഹൈ സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലം കൂടിയാണത്. അവിടെ അടക്കം പിന്നെ എവിടെങ്കിലൊക്കെ കൂടുമായിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും പഴയതുപോലെ എന്തായാലും പറയാൻ യാതൊരു സാധ്യതയുമില്ല. സെപ്റ്റംബർ 5 വരെ നമുക്ക് കാത്തിരിക്കാം.